ബ്രദറിൻ്റെ പേരെന്താ? പേരെന്താ? തോമസ്. ഇത് വീഡിയോ യൂട്യൂബ് വഴി പോകും. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ, വചനം പ്രസംഗിക്കാൻ അവസരം തന്ന ഈ ചേട്ടനെ കർത്താവ് അനുഗ്രഹിക്കണം. ലോകം മുഴുവൻ കാണുമ്പം അതെ. ശ്രേഷ്ഠനായ തിരുവല്ലായിലെ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയുള്ളവരെ, അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പ്രസംഗിക്കുമ്പോൾ ബഹുമാന്യരായ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്പസമയത്തേക്ക് ക്ഷണിക്കുകയാണ്. ഈ കാലഘട്ടത്തെ നാം പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ദുർഘടം പിടിച്ച ഒരവസ്ഥയിൽ കൂടി നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേറെ മാതാപിതാക്കൾക്കാണ് വേദനയായി തീർന്നിരിക്കുന്നത്. അതിനാൽ മനുഷ്യനെപ്പോഴും സന്തോഷം, സമാധാനം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നെ പറ്റി പറഞ്ഞാൽ എൻ്റെ പേര് വേക്കേരിവി എന്നാണ്. 22 വർഷമായി ഞാൻ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നു. വിദ്യാഭ്യാസം ഒട്ടും തന്നെ ഇല്ലാത്തൊരു കാരണം വാക്കുകളിൽ അല്പസ്വല്പം വ്യത്യാസങ്ങളും പിഴവുകളൊക്കെ ഉണ്ടായെങ്കിലും നിങ്ങളത് ക്ഷമിക്കണം. കേരളമല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും കടന്നു പോകുവാനും ആഗ്രഹിച്ചിട്ടില്ല. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലരോടും കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രായം അധികരിച്ചിരിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ദൈവം നടത്തും മറ്റുത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതിനാൽ അതിന് കഴിയുന്നില്ല. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കടന്നുപോയി അവിടെയൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. എന്നെ ഇവിടെ ഒരു ബ്രദർ സഹായിച്ചു. അദ്ദേഹത്തിന് അസഹനീയമായ രീതിയിലുള്ള ശബ്ദം ഉണ്ടാകും എന്ന് അറിയാം. എന്നാലും അദ്ദേഹം എന്നോട് മാന്യമായി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ഇടപെട്ടു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറിപ്പോകേണ്ടി വരും. പ്രിയമുള്ളവർ, ഇന്ന് മനുഷ്യൻ സമാധാനം അന്വേഷിച്ച് നടക്കുന്നുവെങ്കിലും അവർക്കത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ നമുക്ക് സമാധാനം നൽകുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും സമാധാനവും സന്തോഷവും ലഭിക്കും. നാം പരസ്പരം സ്നേഹമുള്ളവരും ആയിരിക്കും. എൻ്റെ ജീവിതം തന്നെ വളരെ പ്രയത്നപരമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയതാണ്. ജീവിതത്തിൽ ഒന്നും അറിയാൻ പാടില്ലാത്ത കാലഘട്ടങ്ങൾ, സഹായിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥകൾ, ഇതെല്ലാവരും പ്രസംഗിക്കുന്നതാണ്. ആയതിനാൽ അത്തരം സാക്ഷ്യങ്ങൾക്കൊന്നും ഇന്ന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും കർത്താവ് അവരെ രക്ഷിക്കും. കർത്താവ് അവരുടെ കരം പിടിച്ച് അവരെ നടത്തുന്ന ഒരു മനുഷ്യനാണ്.
എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു മജീഷ്യൻ കൂടിയാണ്. അത് കാർഡുകൾ, കോയിനുകൾ, അതൊക്കെ കൊണ്ടാണ്, അല്ലാതെ മറ്റു മജീഷ്യമൊന്നുമല്ല ഉള്ളത്. എന്നാൽ കുറെ കാലങ്ങളായി ഞാനതൊക്കെ ഉപേക്ഷിച്ചു. അതൊക്കെ മാറ്റിവെച്ചിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. അതിൽ കൂടി എനിക്ക് ലഭിക്കുന്നതിന് ഏറ്റവും വലിയ പ്രശസ്തിയാണ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളത്. എന്റെ തെളിവ് ബൈബിൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് വനത്തിൽ ആടുകളെ നയിച്ചുകൊണ്ടിരുന്നതാണ്. ആ ദൈവത്തിന് ആ ദാവീദിനോട് കരുണ തോന്നിയപ്പോൾ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ആ ദാവീദിനെ ദൈവം ഉയർത്തുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിൽ നാം ആരായിരിക്കുന്നു, ആരായിരണം എന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷേ അതൊന്നും ചിലപ്പോൾ പ്രാവർത്തികമാവുകയില്ല. എന്നാൽ ദൈവം നമ്മളെപ്പറ്റി പലതും കരുതിയിട്ടുണ്ട്. ആ കരുതൽ നമുക്കറിഞ്ഞുകൂടാ. അത് ദൈവമാണ് കരുതിയിരിക്കുന്നത്, ദൈവമാണ് നമ്മെ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ആ പദവിയിലേക്ക് നാം ഉയരപ്പെടണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. അതാണ് യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കണം എന്ന് പറയുന്നു. ഇവിടെ ബൈബിൾ സംബന്ധമായി 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുവാണ്, ഞങ്ങളുടെ സുവിശേഷം വാക്കുകളല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വളരെ നല്ല ബോധത്തോടും കൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ഇവിടെ അപ്പോസ്തലൻ ഇടയായിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന തെസ്സലോനിക്കർ 1:5 അത് പറയുന്നത്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു എന്ന്. വെറും വചനമല്ല, അത് വിശ്വസിക്കുന്നവർക്കാണ് അത് ബോധ്യപ്പെടുന്നത്. വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ദൈവത്തിന്റെ ശക്തി എന്താണ് എന്ന് ഒരിക്കലും മനസ്സിലാക്കുവാനോ ബോധ്യപ്പെടുവാനോ കഴിയുകയില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തി എന്താണെന്ന് നാം അറിയണമെങ്കിൽ നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യണം. അപ്പോഴാണ് ദൈവം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതാണ് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല വരുന്നത്. ആ വചനത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വചനം ക്രിയ ചെയ്യുമ്പോൾ അവർ സങ്കല്പിക്കാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുപോകും. കാരണം ഒരു മനുഷ്യനെ പോലും ദൈവം അവന്റെ ആ സ്ഥാനങ്ങളിൽ നിന്ന് താഴ്ത്തിക്കളയുകയില്ല. അവനെ ഉയർത്തുവാൻ മാത്രമേ ദൈവത്തിന് കഴിയുകയുള്ളൂ. അതിന് മനുഷ്യൻ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ വെറും വചനമല്ല, വചനത്തിന് ശക്തിയുണ്ട്. ആ ശക്തി നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ ആ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാണ് ഇവിടെ റോമാലേഖനം പറയുന്നത്, യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്ന്. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന മനുഷ്യനാണ് ദൈവത്തിന്റെ ശക്തി ദൈവം പകർന്നു കൊടുക്കുന്നത്. അല്ലാതെ ആർക്കും പകർന്നു കൊടുത്തതായി ബൈബിളിൽ കാണുവാൻ കഴിയുകയില്ല. കാരണം ഒരു ഉടമസ്ഥൻ, ഞാൻ അറിയുകയില്ലാത്ത ഒരാളിനെ പറ്റി എനിക്ക് എങ്ങനെ പറയുവാൻ കഴിയും? ആ ആളെന്താണ് എനിക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? ഇതുപോലെ തന്നെയാണ് നാം ദൈവത്തെ അറിയുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ അറിഞ്ഞിരിക്കുന്നു. നമ്മൾ ആരാകണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ആ ദൈവനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നാം തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ പ്രധാനമായ സ്ഥാനം ദൈവത്തിന് കൊടുത്തിരിക്കണം. പരിശുദ്ധാത്മാവ് ശക്തി, വചനം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെപ്പറ്റി കാണുവാൻ കഴിയുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇവിടെ ഇപ്രകാരമാണ് കാണുന്നത്.
അവിടെ 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവരെല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുകയും ചെയ്തു എന്ന്. ഈ ബഹളം, ഈ ശബ്ദം കേട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ കൂടിയത്. അവിടെ 11 പേരുടെ മധ്യത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേർ രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച സ്നാനമേറ്റുമെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ അനന്യാസും സഫീറയും അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിന്റെ ശക്തി അറിഞ്ഞവരാണ്. പരിശുദ്ധാത്മാവ് വ്യാജം സംസാരിക്കുകയില്ല, വ്യാജം പ്രവർത്തിക്കുകയുമില്ല, വ്യാജത്തിന് കൂട്ടുനിൽക്കുകയുമില്ല. അതാണ് പരിശുദ്ധാത്മാവ്, അതാണ് ദൈവത്തിന്റെ ആത്മാവ്. ആ ആത്മാവ് നമ്മളിൽ ദൈവം പകരണമെങ്കിൽ നമ്മൾ വിശുദ്ധരായി തീരേണ്ടതുണ്ട്. ആ വിശുദ്ധമായ സ്ഥലത്ത് മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വസിച്ചിരുന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോളം നമ്മെ കാത്തുപരിപാലിച്ച് ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ പരിശുദ്ധാത്മാവ് നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. അത് വരുവാനിരിക്കുന്ന കാര്യമാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം എത്രയോ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഒരു കുഞ്ഞിനെ നാം വളർത്തിയെടുക്കുന്നത്. അവന്റെ മേൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. എന്നാൽ ചിലപ്പോൾ ആ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അവന്റെ ഭാവി അവൻ തന്നെ നശിപ്പിച്ചു കളയുന്നതായി ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലും മറ്റു മീഡിയകളിൽ കൂടിയൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്രകാരം സംഭവിക്കുമ്പോഴാണ് നാം മാനസികമായി തകർന്നു പോകുന്നതും വേദനിക്കുന്നതും. എന്നാൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നടത്തുന്നുവെങ്കിൽ അവന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. അവനൊരു തെറ്റിലേക്കും കടന്നു പോവുകയില്ല. അവനവന്റെ മാതാപിതാക്കളെ അനുസരിച്ച് തന്നെ ജീവിക്കുന്നവനായിരിക്കും. അപ്രകാരമാകണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് അല്പകാലത്തേക്ക് മാത്രമാണ്. ഈ അല്പകാലത്തെ ജീവിതം നമുക്ക് കാണുവാൻ വേണ്ടി മാത്രം നാം വന്നവരാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് 2 പൗരത്വങ്ങളാണുള്ളത്. ഒന്ന് ഇവിടെ വസിക്കുവാനും, ഒന്ന് വരുവാനിരിക്കുന്ന ലോകത്ത് ദൈവത്തോടു കൂടെ വസിക്കുവാനും. ആ 2 പൗരത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും സകല സൃഷ്ടിയുടെയും ഉടമസ്ഥനും രാജാതിരാജാവും സ്വർഗാദി സ്വർഗത്തിൽ അധിവസിക്കുന്നവനും കാലാന്ത്യത്തിൽ തന്നെ വിശ്വസിച്ച് മരിച്ചവരെയും തന്നെ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാൻ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങിയത്. അന്ന് നമുക്ക് ആ ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഈ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ നടുവിൽ ഒരാശ്വാസത്തിന് വേണ്ടി ആശ്വാസനായകനായ യേശുവിനെ നമുക്ക് ഹൃദയങ്ങളിൽ രക്ഷതാവും കർത്താവുമായി സ്വീകരിക്കാം എന്നാണ് ഇവിടെ ഞാൻ നിങ്ങളോട് ബൈബിൾ പ്രകാരം സംസാരിക്കുന്നത്. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നത് പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ. നിശ്ചയമില്ലാതെ ഒരു കാര്യവും ആർക്കും പറയുവാൻ കഴിയുകയില്ല. നിശ്ചയമില്ലാതെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ശരിയായതല്ല. കാരണം അവർക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അവരതിനെപ്പറ്റി അത് കണ്ടിട്ടില്ല, അതിനെപ്പറ്റി ആ സ്ഥലത്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെപ്പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടുക. എന്നാൽ അതൊന്നുമല്ല, വളരെ വ്യക്തമായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ബഹുനിശ്ചയത്തോടെ എന്ന് പറയുവാൻ അപ്പോസ്തലൻ പറയുവാൻ കാരണം, അപ്പോസ്തലന്റെ ജീവിതത്തിൽ അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ സഭയെ മുടിക്കുകയും അതുപോലെ തന്നെ വലിയ വിദ്യാഭ്യാസവും വലിയ സമ്പന്നനുമായിരുന്ന ആ മനുഷ്യന് എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അദ്ദേഹമാണ് സകലം, അദ്ദേഹത്തിന് അപ്പുറത്തൊന്നുമില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. എന്നാൽ അപ്രകാരം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിതയാത്ര തുടർന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു അദ്ദേഹത്തെ ഒന്ന് പിടിക്കുവാനിടയായി. അങ്ങനെ പിടിച്ചപ്പോൾ അദ്ദേഹം പെരുവഴിയിൽ വീഴുകയും അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുകയും ചെയ്തു. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവമയച്ച ആൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മനുഷ്യന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. അങ്ങനെ അപ്പോസ്തലനായ
പൗലോസ് തന്റെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് വളരെ നിശ്ചയമുള്ളവനാണ്, അല്ലാതെ നിശ്ചയമില്ലാത്തവനല്ല. യേശു ആരാണെന്ന് പൗലോസിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. യേശു എന്താണ് എന്ന് പൗലോസിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ദുഃഖങ്ങളെ നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയും. സമാധാനമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് നമുക്ക് നല്ല ഉന്മേഷവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം നമ്മളുടെ വീട്ടിൽ സൃഷ്ടിക്കുവാൻ കഴിയും. അതിന് നാം ചെയ്യേണ്ടത് ഇത് മാത്രമാണ്: സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നായകനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്കിവിടെ നിൽക്കുവാനായി അനുവദിച്ച ആ ശബ്ദമൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുവാൻ സമ്മതിച്ച അദ്ദേഹത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവരുടെയും ബിസിനസ് സ്ഥാപനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.